ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ത്യൻ മ്യൂസിക് എക്സ്പീരിയൻസ് മ്യൂസിയം കാണുന്നതിനാണ്. ബംഗളൂരു നഗരത്തിൽ നിന്നും വെറും 13 കിലോമീറ്റർ അകലെ JP നഗറിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ ഒരു നോൺ പ്രോഫിറ്റ് സംരംഭമാണിത്. പ്രവൃത്തി ദിവസങ്ങളിൽ 150 രൂപയും വാരാന്ത്യങ്ങളിൽ 250 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 150 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. 3 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. മ്യൂസിയത്തിൽ പ്രവേശിക്കുമ്പോൾ മുറ്റത്ത് ഒരു സൗണ്ട് ഗാർഡൻ കാണാം. ഈ ഹമ്മിങ് സ്റ്റോൺ കണ്ടോ? ഉള്ളിൽ തലയിട്ട് ശബ്ദമുണ്ടാക്കിയാൽ സ്റ്റോണും ഹമ്മിങ് ചെയ്യുന്നത് കേൾക്കാം. ട്യൂബുലർ മണികൾ അടിച്ചുകൊണ്ട് ഓരോ ആവൃത്തിയിലുമുള്ള ശബ്ദം ആസ്വദിക്കാം. വെള്ളത്തിൽ കൈകൾ മുക്കി ഈ കല്ലുകൾ ഉരച്ചാൽ മനോഹരമായ സംഗീത വൈബ്രേഷൻ നമുക്ക് അനുഭവിക്കുന്നതിനാകും. അലുമിനിയം, താമ്രം, മരം, കല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച ക്സൈലോഫോണുകൾ കാണാനും ശബ്ദം ആസ്വദിക്കുന്നതിനുമാകും. പൂമുഖത്ത് നമ്മെ വരവേൽക്കുന്നത് ഈ പിയാനോയും അതിമനോഹരമായ ഒരു ഫൗണ്ടനുമാണ്. ആദ്യമേ തന്നെ 3-ാം നിലയിലേക്ക് ലിഫ്റ്റിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും നമ്മുടെ സംഗീതയാത്ര ആരംഭിക്കുകയായി. വിവിധതരം പ്രകൃതിദത്ത ശബ്ദങ്ങളുള്ള ഒരു ചെറിയ അനിമേറ്റഡ് സിനിമ കാണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഹാളാണ് ആദ്യം കാണുക. ഗാലറിയിൽ നിന്ന് ഗാലറികളിലേക്ക് നമ്മെ നയിക്കുന്ന നീണ്ട ഇടനാഴികളാണ് മ്യൂസിയത്തിന്റെ നട്ടെല്ല്. തുടർന്ന് ഞങ്ങളൊരു ഇൻട്രാക്റ്റീവ് എക്സിബിറ്റ് ഏരിയയിൽ പ്രവേശിക്കുന്നു. അവിടെ നമ്മൾക്ക് ടച്ച് സ്ക്രീനുകൾ സംഗീതം പ്ലേ ചെയ്യാനും വിവിധ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കുറിപ്പുകൾ സൃഷ്ടിക്കാനും കഴിയും. 9 ഇൻട്രാക്റ്റീവ് എക്സിബിഷൻ ഗാലറികളാണ് ഇവിടെയുള്ളത്. കാണുക, കേൾക്കുക, സ്പർശിക്കുക, കണ്ടെത്തുക എന്ന തത്വത്തിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. നമ്മളുടെ താളബോധമനുസരിച്ച് നമുക്ക് തന്നെ സംഗീതം സൃഷ്ടിക്കാനാകുന്ന ഒരു സിസ്റ്റമാണിത്. ദേലേർ മെഹന്തി തൻ്റെ സംഗീത പരിപാടിക്കിടെ അണിഞ്ഞ മനോഹരമായ വസ്ത്രമാണിത്. ചുവരുകളിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത സംഗീത മിശ്രണം ഒഴികെ മറ്റെല്ലാ സംഗീതവും നമുക്ക് ഹെഡ്ഫോണുകളിൽ പൂർണ്ണ തെളിമയോടെ ആസ്വദിക്കാനാകും.
ഇന്ത്യയിലെ എല്ലാ ക്ലാസിക് നൃത്തരൂപങ്ങളുടെയും ഇടമാണിത്. ഇവിടെ കുറച്ചുനേരം നമ്മുടെ സ്വന്തം കഥകളിയും കൂടിയാട്ടവും മോഹിനിയാട്ടവും ഞാൻ ആസ്വദിച്ചു നിന്നു. ശ്രുതി ഒന്ന് പരിശോധിക്കണമെന്നുണ്ടോ? യോധയിലെ അപ്പുക്കുട്ടനെ പോലെ വെള്ളത്തിലൊന്നും ഇറങ്ങി നിൽക്കണ്ട കേട്ടോ. അതിനുള്ള സൗകര്യം പോലും ഇവിടെയുണ്ട്. ഇത് മ്യൂസിക് ഓഫ് ഡിവോഷൻ ആണ്. ഒരു ധ്യാനം പോലെ സംഗീതം ആസ്വദിക്കാനാകുന്ന ഇടം. അൻപതിനായിരം ചതുരശ്ര അടിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു വിജ്ഞാനകോശം. ഇത് ഒരു രാജസ്ഥാനി കട്ട്പുതലി, അതായത് പാവകളിയുടെ ഒരു ഡിസ്പ്ലേ ആണ്. രാജസ്ഥാനിലെ വാക്കുകൾ കൊണ്ട് കഥ പറയുന്ന കാവടിൻ്റെ കാഴ്ചയും മനോഹരമായ പെയിന്റിംഗ് ചെയ്ത ഒരു കിളിവാതിലൂടെ നമുക്ക് ആസ്വദിക്കാനാകും. ഇതൊരു മനോഹരമായ രാജസ്ഥാനി കവാദ് ബോക്സാണ്. ഇതിൻ്റെ ഓരോ വാതിലും തുറന്നാണ് കഥാകാരൻ കഥ പറയുക. ഇൻസ്ട്രുമെന്റ്സ് ഗാലറിയിൽ ഇന്ത്യയിലുള്ള എല്ലാ വാദ്യോപകരണങ്ങളെയും ഒരു ചുമരിൽ കൃത്യതയോടെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. പാശ്ചാത്യ സംഗീതം ഇന്ത്യൻ സിനിമാ സംഗീതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് മെൽറ്റിംഗ് പോട്ട് ഗാലറി നമുക്ക് പറഞ്ഞു തരുന്നത്. സിനിമാ പെട്ടികളിൽ ഓരോ കാലഘട്ടത്തിലെയും ഇന്ത്യൻ ഹിറ്റ് മ്യൂസിക്കുകളുടെ ദൃശ്യാവരണം മാത്രമല്ല, ആ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളുടെയും വസ്തുക്കളുടെയും ഒരു പകർപ്പും ഒരുക്കി വച്ചിരിക്കുന്നു. ത്രീ ഇഡിയറ്റ്സിലെ മൂന്നാമത്തെ ആളായി ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടോ?
ബോളിവുഡ് പോലെ തന്നെ വർണ്ണാഭമാണ് ഈ ഗാലറിയും. ഇവിടെയും ഒരു ചെറിയ പ്രദർശന ഹാളുണ്ട്. ഇന്ത്യൻ മ്യൂസിക് ലെജൻഡുകളുടെ ഒരു നീണ്ട നിര കണ്ടില്ലേ? ഓരോ ചുവരിലെത്തുമ്പോഴും പരസ്പരം കലരാതെ ഓരോ സംഗീതജ്ഞൻ്റെയും പാട്ടുകൾ നമുക്ക് കേൾക്കാനാകും. പഴയകാല ഗ്രാമഫോണും അതിലുപയോഗിച്ചിരുന്ന റെക്കോർഡുകളും ഇന്നത്തെ യൗവനത്തിന് അപരിചിതവും എന്നാൽ 70കളിലെയും 80കളിലെയും ആളുകളുടെ വികാരവുമായിരുന്ന കാസറ്റുകൾ ഉൾപ്പെടെ 2000 മുതൽ സംഗീത ലോകം ഭരിക്കാൻ തുടങ്ങിയ CD-കൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ മ്യൂസിക് എക്സ്പീരിയൻസ് മ്യൂസിയത്തിൻ്റെ സ്റ്റാർ ഗാലറി എന്നത് ഹാൾ ഓഫ് ഫെയിം എന്ന ഈ ഗാലറിയാണ്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ സംഗീതത്തിൻ്റെ 100-ലധികം ഇതിഹാസങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. അവയിൽ ഭാരതരത്ന കരസ്ഥമാക്കിയ സംഗീതജ്ഞരുടെ ഉപകരണങ്ങളും വസ്ത്രങ്ങളും വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ഷെഹനായിയും തൊപ്പിയും, MS സുബ്ബലക്ഷ്മിയുടെ തമ്പുരുവും സാരിയും, ഭീംസൻ ജോഷിയുടെ കച്ചേരി വസ്ത്രവും, പണ്ഡിറ്റ് ജസ്രാജിൻ്റെ കച്ചേരി വസ്ത്രവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കുറച്ചു നേരം നമ്മുടെ ഇന്ത്യൻ വാനമ്പാടിയായ ശ്രീമതി ലതാ മങ്കേഷ്കറിൻ്റെ ഒരു ഗാനം ഞാൻ ആസ്വദിച്ചു. ഇവിടെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയുമുണ്ട്. എന്നാൽ തിരക്ക് കാരണം ഞങ്ങൾക്ക് അതിൽ കയറാൻ സാധിച്ചില്ല. കുറേ നേരം കൂടി ഹാൾ ഓഫ് ഫെയിമിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇവിടെ ഒരു ചെറിയ സ്റ്റോറുണ്ട്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കായി സമ്മാനിക്കാനാവുന്ന സുവനീറുകൾ വിൽക്കുന്ന ഇടം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് പങ്കിടാനും മറക്കല്ലേ കേട്ടോ.